ഏഴിന്റെ രഹസ്യം. ഇന്ന് നാം ബൈബിളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഖ്യയെക്കുറിച്ച്, അതെ, ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്ന ഒരു സംഖ്യ. ആ സംഖ്യയാണ് 7. തിരുവഴുത്തുകളിലൂടെ, പേജുകളിലൂടെ നേടിയെടുത്ത ഒരു സംഖ്യ. ദൈവത്തിന്റെ പൂർണ്ണതയും സമാപ്തിയും ദൈവിക പദ്ധതിയും വെളിപ്പെടുത്തുന്ന സംഖ്യ. പക്ഷേ ഇത് ഇത്രയും തവണ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ബൈബിളിലൂടെ യാത്ര ചെയ്യാം. സൃഷ്ടി. ആദ്യ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. 6 ദിവസങ്ങളിലായി ദൈവം ഭൂമിയിൽ സകലവും ഉണ്ടാക്കി. വെളിച്ചം, ഭൂമി, ആകാശം, നക്ഷത്രം, മൃഗങ്ങൾ, ഒടുവിൽ മനുഷ്യൻ, എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. 7-ാം ദിവസം സൃഷ്ടിയുടെ പൂർണ്ണതയെ വെളിപ്പെടുത്തി. ബൈബിളിൽ ആദ്യം മുതൽ തന്നെ 7 പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാം. സ്തോത്രം. നോഹയുടെ പെട്ടകം. ഭൂമി മനുഷ്യന്റെ ദുഷ്ടത കൊണ്ട് പറഞ്ഞപ്പോൾ ഭൂമിയെ നശിപ്പിക്കാനായി ദൈവം തീരുമാനിച്ചു. എന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയുടെ നിഷ്കളങ്കമായിരുന്നു. അതിനാൽ ദൈവം നോഹയിലൂടെ രക്ഷയുടെ വഴിയൊരുക്കി. നോഹ പെട്ടകം ഉണ്ടാക്കി. ശുദ്ധമായ മൃഗങ്ങളിൽ നിന്ന് 7 ജോഡി വീതവും പെട്ടകത്തിൽ കൊണ്ടുവരാനായി ദൈവം നോഹയോട് കൽപ്പിച്ചു. നോഹ അത് അനുസരിച്ചു. ഇവിടെ നമുക്ക് വീണ്ടും 7 കാണാം. ന്യായവിധി സമയത്തും പദ്ധതി പൂർണ്ണമായി സമ്പൂർണ്ണമായി തുടരുന്നതായി കാണാം. സ്തോത്രം. എരിഹോ നഗരത്തിൽ എത്തിച്ചേർന്നപ്പോൾ അതിന്റെ മതിലുകൾ കീഴടക്കുവാൻ അവർക്ക് അസാധ്യമായി തോന്നി. എന്നാൽ ദൈവം അവരോട് പദ്ധതികളിൽ യോദ്ധാക്കളായ ഒരു പട്ടണത്തെ കിട്ടണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 6-ാം ദിവസം 6 പുരോഹിതർ ഊതിയിട്ട് പട്ടണത്തിന്റെ മുന്നിൽ നടക്കണം. 7-ാം ദിവസം 7 പുരോഹിതർ കാഹളം ഊതുകയും വേണം. അങ്ങനെ എരിഹോ നദി ഇടിഞ്ഞു വീഴും. ദൈവജനങ്ങൾ അവനിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ പൂർണ്ണ സമയത്തിൽ ജയം വരുന്നു. നയമാന്റെ സൗഖ്യം. ശക്തനായ സൈന്യാധിപതിയായ നയമാൻ കുഷ്ഠരോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. അവന്റെ പ്രവാചകൻ അവനോട്, നീ യോർദാൻ നദിയിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങുക, അപ്പോൾ നീ ശുദ്ധനാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യോർദാൻ നദിയിൽ ചെന്ന് 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ 7 പ്രാവശ്യം മുങ്ങുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ ദൈവത്തോടുള്ള അനുസരണം അവന്റെ സൗഖ്യത്താൽ കാണിക്കുന്നു. യേശുവിന്റെ അത്ഭുതങ്ങൾ. ഈശ്വരനോടുകൂടെ യാത്ര ചെയ്ത് തരാൻ 3 നാളായാണ് യേശുവിന് മനസ്സിലായി. അപ്പോൾ യേശു ശിഷ്യന്മാരോട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ഈ വലിയ ജനസമൂഹത്തിന് ഈ മരുഭൂമിയിലെത്തുന്നത് എങ്ങനെ കഴിക്കാൻ കൊടുക്കണമെന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ 7 എന്ന് പറഞ്ഞു. യേശു അത് കൊണ്ടുവരാൻ കൽപ്പിച്ച് വാഴ്ച നോക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പാൻ ഏൽപ്പിച്ചു. അവരെല്ലാവരും തിന്നു തൃപ്തരാകുകയും ശേഷം 7 വട്ടി ചെലുത്തുകയും ചെയ്തു. ഇവിടെയും 7 എന്നതിന്റെ പൂർണ്ണത കാണുന്നു. ക്രൂശിലെ 7 മുറികൾ. 1. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. 2. നീ എന്നോട് കൂടി ഇന്ന് പരദീസയിലിരിക്കും. 3. സ്ത്രീ ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. 4. എന്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്ത്. 5. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. 6. സകലവും നിവർത്തിയെ. 7. എന്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്നത് നമ്മളെ രക്ഷയ്ക്കും രോഗസൗഖ്യത്തിനും വിശദീകരണത്തിന് കാരണമായി തീരും. നമ്മോടുള്ള അവന്റെ സ്നേഹം എത്ര വലിയതാകും. വെളിപ്പാട്. ബൈബിളിന്റെ അവസാന പുസ്തകത്തിൽ ദൈവം തന്റെ പൂർണ്ണ പദ്ധതിയിൽ വെളിപ്പെടുത്തുന്നു. 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ. സൃഷ്ടിയുടെ ആരംഭം മുതൽ കാലത്തിന്റെ അവസാനം വരെ 7 എന്ന സംഖ്യ കാണാം. ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായി സമ്പൂർണ്ണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സർവാധികാരിയായ ദൈവം സകല സൃഷ്ടിയിലും കർത്താവ് വാഴുന്നു. ഫോർ എവറി പ്രോമിസ്, എല്ലാ വാഗ്ദത്തങ്ങളും, ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തങ്ങളും തീർച്ചയായും നിറവേറും. ബി ഫോർ വിക്ടറി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലെ ജയം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജയം ലഭിക്കുന്നു. ഇ ഫോർ എക്സ്റ്റേണൽ പ്ലാൻ, നിത്യപദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്നേക്കും നിലനിൽക്കും, അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. എൻ ഫോർ നമ്പർ ഓഫ് കംപ്ലീഷൻ, ദൈവം ആരംഭിക്കുന്നത് അവൻ തീർച്ചയായും പൂർത്തിയാക്കും എന്ന് 7 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടിയിൽ നിന്ന് വെളിപ്പെടും വരെ 7 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ആരംഭിക്കുന്നത് അവ പൂർത്തിയാക്കുന്നു എന്നാണ്. ഫിലിപ്പിയർ 1:6, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച യേശുക്രിസ്തുവിന്റെ നാൾ വരെ അതിനെ തികയ്ക്കുകയും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. സ്തോത്രം.